വെൽക്കം ടു GSM. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറക്കുന്ന ഡൈനോസറായിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. സംഭവം ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതും കൂടെ കൊണ്ടാണ് ഞാൻ ഒന്നാമത്തേൽ കാണിച്ചു തരുന്നത്. ഇത്രയും ഡൈനോസേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ എനിക്ക് റാപ്റ്റർ വാങ്ങാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് റാപ്റ്ററെ വാങ്ങാൻ കിട്ടി. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇതാ ഈ പറക്കുന്ന ചെറിയ. അപ്പം നമുക്ക് തുടങ്ങാം. സോ നമുക്ക് അറിഞ്ഞൂടാ ഇത് പറക്കുമോ ഇല്ലയോ എന്ന്. അത് ആദ്യം ഇതിനെ വലുതാക്കിയിട്ട് പറപ്പിക്കണോ അല്ലെങ്കിൽ തനിയെ പറക്കുമോ എന്ന് പോയി നോക്കട്ടെ. അയ്യോ 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 അയ്യോ, പോയില്ല. ആ, പറക്കും. ഇതൊക്കെ എന്ത് ഇങ്ങനെ പറന്ന് നിൽക്കുള്ളൂ. അടിപൊളി, സൂപ്പർ. സോ നമ്മൾ ഇന്നത്തെ എന്തായാലും ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാരാ അലോസോറസ്. ഹായ് മാൻ, എവിടെ പോകുന്നു? ധൈര്യം കൊണ്ട് പിടിക്കടാ. നോക്കുന്നത് പിടിക്കടാ, വാടാ. നമ്മളെയാണല്ലോ വട്ടം വെച്ച്, നമ്മളെ പിടിക്കാനാണല്ലോ പ്ലാൻ. എന്തായിരിക്കും മൂപ്പരെ പരിപാടി? എന്തായാലും ഒരു റാഞ്ചൻ ആടാ, റാപ്റ്റർ. അത് റാപ്റ്റേഴ്സ് ആണോ? ആണോ. നമുക്ക് എന്തായാലും മറ്റേ മൂപ്പർ ഇങ്ങോട്ട് വന്നിക്കുമോ അറിയില്ല. അലോസോറസ് ആയിട്ടുള്ള അടി. അലോസോറസ് ആണോ? എന്തോ ഒരു പറക്കുന്ന ജീവിയായിട്ട്. ഏകദേശം നമ്മൾ ആ വർഗത്തിൽപ്പെട്ട സാധനത്തിനായിട്ടാണ് യുദ്ധം. അലോസോറസിനെ എന്തിനോ കൊത്തിപ്പറിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്നും ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം. മൂപ്പരൻ നമ്മളൊന്നും ചെയ്യലാലോ, നമ്മളൊക്കെ ദോസ്തുക്കളാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ പറന്ന് എല്ലാം കൂടെ പറക്കണം. ഇനി നമ്മൾ ഇതൊന്നല്ല, നമുക്ക് ഒന്ന് ഐലൻഡ് മൊത്തം ഒന്ന് ചുറ്റി കാണുകയും വേണം. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു അടിയെല്ലാം കാണാം. അത് അവിടെ നിന്ന് രണ്ടെണ്ണം അതാ കണ്ട. നമുക്ക് ഫുഡും കുറവാണ്. താഴെ ഇറങ്ങി ഒരു അടി കൊടുക്കാം. കിട്ടി. നമ്മളൊരു കടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആരെയും ഇതുവരെയും കൊല്ലാൻ സാധിച്ചിട്ടില്ല. അതായത് ഇതിനെ കൊണ്ട് കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്തായാലും അവൻ നമ്മളെ ഫോളോ ചെയ്തത് അടിയിൽ നിന്ന് താഴേന്ന് കളിക്കുന്നുണ്ട്. നമ്മളെ പിടിക്കുവാവോ എന്തോ എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ നമ്മൾ അവൻ്റെ അണ്ണാക്കിലാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം ഇങ്ങനെ ഒലിപ്പിച്ചേർന്നുകൂടാ. ഇതെന്താടാ കിടന്ന് മരിക്കുന്ന? എന്തുവാടാ ഇത്? ഇവർ രണ്ടാളെ അടി കൂടിയിട്ട് രണ്ടാളെ ലൈഫും കുറവാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് ഐറ്റുകളെ കൊല്ലാൻ സാധിച്ചേക്കും. നമുക്ക് ഫുഡും കുറവാണ്, വെള്ളവും കുറവാണ്. സോ അവന്മാരെ നമ്മുടെ അരിയത്തെത്തിക്കില്ലല്ലോ അല്ലേ? ഇല്ലാന്ന് തോന്നുന്നു. അതാ അടുത്തുണ്ട്. തന്നെ അതാ. ആടെ കിടന്ന് നിരളുക മണ്ണിൽ. ഇതെന്താണ് കഴുത്തൊടിഞ്ഞു പോയാൽ രണ്ടിൻ്റെയും? കിടന്ന് മരിക്കുകയാണല്ലോ. ഇങ്ങനെയുണ്ടോ ആൾക്കാർ? താഴെ ഇറങ്ങിയത് അമ്മോ, അതിൻ്റെ അണ്ണാക്ക് പോയി പെട്ടേനെപ്പോൾ. കളിക്കുന്ന കളിയാണ്ടിക്കില്ലേ, ഇതാ കിടന്നുരുളെന്ന്. എന്തുവാടേ ഇത്? ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പൂക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. അത് ഏകദേശം തീരുമാനമായല്ലോ. യു ആർ ഡെഡ്. സോ നമ്മൾ വീണ്ടും എന്താ പറയുക, ഉയർത്തെഴുന്നേറ്റു. പുനർജനിച്ചു, സ്പോണായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലേശം വെള്ളം കുടിക്കണം. നമുക്ക് വെള്ളം വളരെ കുറവാണ്. നമ്മൾ മരുഭൂമി അത് അല്ലല്ലോ, വെള്ളരിയത്തേടെ മരുഭൂമി ഉണ്ടാകുക കടപ്പുറത്തായിരിക്കും. സോ പറന്ന് താഴെത്തിയിട്ടുണ്ട്. ഇനി വെള്ളം കുടിക്കണം. വാട്ടർ. അങ്ങനെ വെള്ളം കുടിക്കേണ്ടതിലാണ്. ലൈറ്റിംഗ് ഒക്കെ നോക്ക്. ഈ ഒരു ഡൈനോസറായിട്ട് നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ല. നമ്മളധികവും കളിച്ചത് ഡിലോഫസോറസ് ആയിട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അടുത്തത് നമ്മളെന്തായാലും ഈ പറക്കുന്ന വെട്ടുകിളിനെയും കൊണ്ട് വരില്ല. അടുത്ത നമ്മൾ കാർണോടോറസ് ആയിട്ടാണ് നമ്മൾ ഗെയിമിൽ വരികയാണെങ്കിൽ അതിനെ കൊണ്ടാണ് ഇനി ഇവിടെ ഭരിക്കുക. നമ്മളായിരിക്കും ഇവിടെ ഭരണം. അലോസോറസിനെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കാർണോടോറസ് ആയിട്ട്.
അപ്പോൾ വെള്ളം കുടിച്ച് വെള്ളം ഇറങ്ങിക്ക് നമുക്ക് എന്തായാലും സൂര്യൻ പോയാ റെസ്റ്റ് എടുക്കണം, അതായത് ഉറങ്ങണം. നമുക്ക് ഉറക്കം വളരെ വളരെ കുറവാണ്. ആരെങ്കിലും വയ്യൊക്കെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും വേണം, അല്ലെങ്കിൽ അവരെണ്ണാക്കിലാവും. നമുക്ക് ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ തീരുമാനമൊന്നുമില്ല, നോക്കിയെന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. സോ നമ്മൾ ടീറക്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതായത് ടീറക്സ് ഉള്ള അടുത്ത് എന്തായാലും ഫുഡ് ഉണ്ടാവും. അപ്പോൾ ഫുഡ് നമുക്ക് കഴിക്കാം. അതന്വേഷിച്ചാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഇനി ടീറക്സ് നമ്മളെപ്പോഴും ഇണങ്ങുമെന്ന് അതും അറിഞ്ഞൂടാ. ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. പ്രാവശ്യത്തെ കളിയിൽ ടീറക്സ് ഇണങ്ങിനോ എന്ന് തോന്നുന്നു, ഞാൻ അല്ലാണ്ട് കളിച്ചപ്പോൾ. പക്ഷേ ഇവർ ഇണങ്ങുമെന്ന് അറിയില്ല, ഇപ്രാവശ്യം നോക്കണം. നമ്മളൊന്ന് പോയി ചെക്ക് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ടീറക്സിൻ്റെ അടുത്ത് എത്തിയോ അല്ലേ? വൈമാറിപ്പോയോ? അങ്ങോട്ടല്ല അല്ലേ, ഇങ്ങോട്ടാ വേണ്ടേ. ഇവിടെ എവിടെയോ അല്ല, ടീറക്സ് എവിടെയോ ഉണ്ട്. പറന്ന് കാടും മരമെല്ലാം നല്ല ഹൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു മൊബൈൽ ഡിവൈസിൽ കളിക്കാൻ പറ്റിയ സംഭവം ഒക്കെ ഈ ഗെയിമിലുണ്ട്. അതായത് ഒരു എന്താ പറയുക, ഡൈനോസറിൻ്റെ അതിജീവനം, സർവൈവൽ എന്ന് തന്നെ ഉദ്ദേശിച്ച് ഒരു അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്സ് കുഴപ്പമൊന്നുമില്ല, മൊബൈൽ ഗെയിമിന് കളിക്കാൻ പറ്റിയ ഈ ഒരു എഫക്റ്റ് ഉണ്ട്. അതാരാണ് ഞാൻ മഹാചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം, ഞാൻ ദശമൂലം പിടിക്കുന്നോ? എന്താ പരിപാടി? ഒന്നിനെ പിടിക്കുക. ടീറക്സ് അത് ഇല്ല, ഹലോ സോറസോ എന്താന്ന് തിരിയുന്നില്ലല്ലോ. ടീറക്സ് തന്നെ. ഇതിൻ്റെ അടുത്തെങ്കിലും കുറച്ച് ഫുഡ് മര്യാദയ്ക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഈറ്റകളെ കൊണ്ടൊക്കെ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാവും, നല്ല ഫുഡ് ഈറ്റകൾ പിടിക്കുന്നത്. അത് നമുക്ക് കിട്ടിയാൽ നമ്മുടെ കാര്യം കുശാലായനെ. ഇനി ഇവൻ സമ്മതിക്കുമോ എന്നാണ് എൻ്റെ ഒരു ഇത്. അതാണ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവൻ അണ്ണാക്ക് ചെന്ന് വിടുമോ? ഓൻ സമ്മതിച്ചിരിക്കുന്നു തോന്നുന്നു. അവൻ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളെ കണ്ടിട്ടാണോ എന്തോന്നറിയില്ല. അങ്ങോട്ടാണ് ഒരു യാത്രയാകുന്നത്. നമുക്ക് ഇറച്ചി തിന്നാൻ പറ്റുമോ? ഐ മീൻ മീറ്റ്. മുണുങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഫുഡിൻ്റെ മേലെ നിന്നിട്ട് തിന്നാൻ പറ്റുള്ളൂ, അതും പറ്റുന്നില്ല. വെള്ളത്തിലായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് പണിയാ. ഉള്ള ജീവൻ പോകുന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല. ടീറക്സ് നമ്മളെ പറ്റിച്ചതാ, ചതിയൻ. സോ എന്തായാലും നമുക്ക് ഫുഡ് കിട്ടിയേ പറ്റൂ. നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫുഡ് കടിക്കാൻ പറ്റുന്നുണ്ടോ. ഇല്ലടോ, ഇതെന്തുവാ ഇങ്ങനെ? കഴിക്കാനും പറ്റുന്നില്ല, ബാക്കിയുള്ളവരെ കൊണ്ടിട്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ. ഓന് ടീറക്സ് വല്ലാത്ത ചതിയാണ് ചെയ്തത്. ഇതാണ്ട് ഇങ്ങനെ തിന്നാനും പറ്റുന്നില്ലല്ലോ. സോ നമുക്ക് ഈ ഫുഡ് ഇവിടെ ഇട്ടേച്ച് പോയാലോ? അതല്ലേ നല്ലത്. ഇനി ഇതിൻ്റെ വയ്യ നടന്നിട്ട് ഇതിട്ട് കിട്ടുകയില്ല, നമ്മളിങ്ങനെ ഉള്ള എനർജി പോകുന്നല്ലാണ്ട് വേറെന്ത് കാര്യത്തിന്? മുങ്ങി ചത്തേനെപ്പോൾ. സോ ഇത് വെള്ളത്തിൽ വീണ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇത് ഡൈനോസർ തനിയെ മേലോട്ട് പൊന്തി വരും. ഞാൻ സ്വിച്ച് ഒന്നും ആക്കണ്ട, ബട്ടൺസ് ഒന്നും ഞെക്കണ്ട, തനിയെ പൊന്തി വരും. അപ്പം നമ്മൾ ടീറക്സിൻ്റെ പയ്യെ തന്നെ പോവാണ്. ടീറക്സ് എന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല നമുക്ക്. ടീറക്സ് നമ്മളെ കണ്ടിട്ടുണ്ട്. നീ ഇന്നു മുതൽ എൻ്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം മൂപ്പര് കൂട്ടാണ്, അതായത് ഐ മീൻ ഫ്രണ്ട്ലിയാണ്. ഇവന്മാരാരെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റിയ സുഖമായിരുന്നു. ഒരുത്തന് നിന്നേരിയയില്ല. അതായത് കടിച്ച് ഏതോ ഒരുത്തനൊരു കടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഏതോ ഒരുത്തന് ഞാനൊരു കടി കൊടുത്തിട്ടുണ്ട്. ഇവനെ തന്നെ പിടിച്ച് കൊടുത്ത് ഒരു കടിയും കൂടി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവനോട് പോവുക. നെക്സ്റ്റ് പോയി വെള്ളത്തിലായി പോയി, സോറി. ഇവനെന്തിനാണ് ഈ വെള്ളത്തിലിറങ്ങുന്നത്? വെള്ളത്തിലിറങ്ങിയ പണിയാ നമുക്ക്. കടിയിട്ട് കൊണ്ടുമില്ല. കിട്ടിയില്ല.
അതും കിട്ടിയില്ല. മിസ്സായി പോന്നു. നമ്മൾ കൊടുക്കുന്ന ഒരു കടിയും അവന് കിട്ടുന്നില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമാകുന്നു. ഫുഡും തീർന്ന് വെള്ളവും തീരാനായി. അപ്പോൾ ഇത്രയും നേരം പണിയെടുത്ത വെറുതെ ആവുമോ? സോ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് ടീറക്സ് മാമൻ്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല. ടീറക്സ് ഇവിടെ എവിടെ ഉണ്ട്. അതാ പോകുന്നു. അതാ ഇപ്പോൾ ടീറക്സിൻ്റെ വയ്യെ പോയി നോക്കാം. ചിലപ്പോൾ മൂപ്പര് പിടിക്കാൻ സാധ്യതയുണ്ട്. മൂപ്പര് പിടിച്ചാൽ നമുക്കും ഒരു ഫുഡാവുമല്ലോ. ഒരു കടിയും കൂടെ അവന് കൊടുത്തിട്ടുണ്ട്. ഇവൻ വെള്ളത്തിലിറങ്ങുന്നതാണ് പ്രശ്നം. വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശരി ഇത്രയും നേരം ഒപ്പരം നിന്നിട്ട് പിന്നെ ചതിക്കുന്ന അത് മോശം പരിപാടിയാണ്. നമ്മുടെ വയ്യിൽ തന്നെ വന്നിട്ട് ഇപ്പം നമ്മളെ കടിക്കാൻ വരുന്നത്. ആയിക്കോട്ടെ. എന്നാലും നമ്മളൊന്നും തൊടാനേ അവന് പറ്റില്ല. നമ്മളൊക്കെ അത്രയും താഴെ വീണേനെ ഇല്ല, താഴെ വീണില്ല. പോവാം. അധികാരം നിന്ന പ്രശ്നമാണ്. ചിലപ്പോൾ മൂപ്പര തൊള്ളയിൽ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ അധികാരം കളിക്കുന്നില്ല. അതെന്താക്കത് ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. വണ്ടി പൊട്ടേ. അങ്ങനെ മൂപ്പര് വിശന്നിട്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ എന്നെ പിടിച്ച് തിന്നാൻ നോക്കിയത്. എന്താണ് പരിപാടി? ഒരുത്തനായിട്ട് പിടിക്കാനും പോകുന്ന കാണുന്നില്ലല്ലോ. വെറുതെ ഇങ്ങനെ തരാപ്പാരം നടക്കുക പോകുന്നുണ്ട്. ആരെയോ കണ്ടിക്കാൻ തോന്നുന്നു. ആരെയൊക്കെ കണ്ടത്? നമുക്കെന്തായാലും ഇങ്ങനെ വയ്യത്തന്നെ പോവുക. ഒരുത്തനാണെന്ന് കളിക്കുന്നുണ്ട്. അവനൊരു നോട്ടം നോക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ ടീമുകളുണ്ട് അല്ലേ? പറക്കുന്ന കുറേ ടീമുകൾ. ആരെങ്കിലും ഒരുത്തനെങ്കിലും പിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ആരെങ്കിലും ഒരുത്തനെ കിട്ടിയാൽ തൊള്ളയിലാക്കാമായിരുന്നു. അവനെ പിടിക്കാൻ പോയിട്ട് നമ്മൾ ചത്തേനെ ഇപ്പോൾ. ഭാഗ്യമുണ്ട്. ചത്ത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതീര ക്രൂരമായ മരണമായിപ്പോയി. അപ്പോൾ ബൈ.